എന്ത് വേണം? നിശാമേ, ഇത് നമ്മളോട് പൊറുക്കണം. നമ്മൾ വഴക്കിനൊന്നും വന്നതല്ല. നിങ്ങൾക്ക് നസീറാൻ്റെ ഉമ്മ തന്ന കണക്ക് പറയാനും വന്നതല്ല. ആയിഷ ഇപ്പം ദീനം വന്ന ആശുപത്രിയില്ല. അവരുടെ ചികിത്സയ്ക്ക് രൂപ 50,000 വേണം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു നോക്കി, പക്ഷേ എങ്കിൽ ഒരു രൂപ പോലും കിട്ടിയില്ല. മുട്ടാത്ത വാതിലുകളില്ല. നിശാമേ, ഇത് വിചാരിച്ച ആ ഉമ്മാൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. കടമായിട്ട് തന്നാൽ മതി, നമ്മളത് വീട്ടിൽ തീർത്തോളാം. മഹല് കമ്മിറ്റിയിൽ വെച്ച് എന്നെ നാണം കെടുത്തിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് എന്റെ അടുത്ത് എന്നെ കായണ്ടാ വന്നേക്കണ. നിശാമേ, ഒരു ചില്ലി കായ് പോലും എനക്ക് ഒരിടത്തൊന്നും കിട്ടൂല. ജീവൻ വേണേ ഇറങ്ങി പൊയ്ക്കോ. ഓളുടെ ഉമ്മയും ഒരു ഗതിയും പരഗതി ഇല്ലാതെ തെണ്ടണം. എവിടെന്ന് ഒരു ചില്ലിക്കായ് പോലും എനിക്ക് കിട്ടാൻ പോണില്ല. കടന്നു പോടോ. എന്തു വേണം? നിസാമേ, പടച്ചോനും റബ്ബിനും നിരക്കാത്ത പണിയാണ് ഈ കാണിച്ചത്. ആഖിറത്തിൽ ഇതിന് പടച്ചോനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. ആ കുടുംബത്തോട് ഈ കാണിച്ച നെറികേടിന് പടച്ചോൻ എന്നോട് കണക്ക് ചോദിക്കും. അന്നെ പടച്ചോൻ വെറുതെ വിടൂലടാ, ഈ അനുഭവിക്കും. അന്റെ എല്ലാം നശിച്ച് ഈ തെരുവ് തണ്ടിയായി മാറും. മയ്യത്തായ അന്റെ ഉമ്മയും വാപ്പയും പോലും എന്നോട് പൊറുക്കൂലടാ. അത്രയും വലിയ ദ്രോഹമാണ് ഈ ഓരോട് കാണിച്ചത്. ഈ നശിച്ചു പോവടാ, നശിച്ചു പോവും. ഹലോ അമ്മ, ഞാനാ നസീറ. മോളെ, ഇത് എവിടുന്നാ? എന്നെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. ഈ അറബിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്നാണല്ലോ ഷമീം പറഞ്ഞത്. മോളെ, അറിഞ്ഞാ നിന്റെ ഉമ്മ ഇപ്പൊ ആശുപത്രിയിലാ? ഓ അതെ, നിഷാമന് കൊടുത്ത കായിന്റെ പേരില് ബാങ്കുകാർ ജപ്തിക്ക് വന്ന് അത് കണ്ട് എൻ്റെ ഉമ്മ ബോധം കിട്ടി വീണ്. നമ്മളെടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർ പറയാ
ന്യൂമോണിയ കൂടിയതാന്ന്. ഇപ്പൊ ഐശൂല. ഡോക്ടർമാര് മരുന്നും ഗുളിയൊക്കെ കൊടുക്കുന്നുണ്ട്. പണത്തിനൊന്നും ഒരു വിലയില്ലെന്ന് തോന്നുന്നത്. ഇവിടെ 11 രൂപ 50,000 കഴിഞ്ഞ്. നീയും വേണം. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടില്ല മോളെ. വിചാരിച്ച കുറച്ച് കായ അയച്ചുതരാൻ പറ്റുമോ? ഹലോ ഹലോ എനിക്ക് പണം വേണം. എനിക്ക് പണം വേണം. എന്റെ ഉമ്മയ്ക്ക് സുഖമില്ല. വേണം. നമ്മളിവിടുന്ന് പുറത്തു വിട്ടില്ലെങ്കിൽ, നമുക്ക് പണം തന്നില്ലെങ്കിൽ നമ്മൾ കൊല്ലും. സത്യം ഞാൻ തരാം. ഹലോ. എടാ ഹരി, നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ആ നസീറേയും കൂട്ടിക്കൊണ്ട് പോ. ഒരു നിമിഷം പോലും അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല. എന്താ കാര്യം? പ്രശ്നം വല്ലതും ഉണ്ടോ? നീ പെട്ടെന്ന് വാടാ ഇങ്ങോട്ട്. വന്ന് ഓളെ കൂട്ടിക്കൊണ്ട് പോ. വേഗം വാടാ പ്ലീസ്. ഓക്കെ, ഞാനിപ്പോ വരാം. അയാൾ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നസീറയെ ഞാൻ അയാളടുത്തേക്ക് അയക്കില്ലായിരുന്നു. നമുക്ക് ഉമ്മയെ കാണണം, എന്റെ കുട്ടികളെ കാണണം. ഇത്രയും പെട്ടെന്ന് ഈ നശിച്ച ദുനിയാവിൽ നിന്ന് എനിക്ക് നാട്ടിലെത്തണം. നസീറയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നസീറ കരുതും പോലെ പെട്ടെന്ന് നസീറക്ക് നാട്ടിലെത്താനാവില്ല. നാട്ടിലെത്തണമെങ്കിൽ പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഉണ്ടോ നസീറയുടെ കയ്യിൽ? ഇല്ല. നസീറ വിഷമിക്കണ്ട. നമുക്ക് തോമസ് സാറിന് വിവരം അറിയിക്കാം. ആള് വിചാരിച്ച നസീറെ എവിടുന്ന് നാട്ടിലെത്തിക്കാനാവും. ഉമ്മയുടെ ചികിത്സക്കുള്ള പണം നാളെ നമുക്ക് നാട്ടിലേക്ക് അയക്കാം.